എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏത്? ഉത്തരം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വനദുർഗ അഥവാ കിരാത രൂപത്തിലുള്ള ശ്രീ പാർവതിയായി ഇവിടെ ആരാധിക്കുന്നു. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠയില്ല, പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു. വനദുർഗാ ഭാവം ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. സാക്ഷാൽ പ്രകൃതിയായ ഭഗവതി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് സങ്കല്പം. ഇവിടുത്തെ പൂമൂടൽ, മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുട്ടറുക്കൽ നടക്കുന്ന കാടാമ്പുഴയിലാണ്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ദേവീ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. അടുത്ത ചോദ്യം, നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം. ഉത്തരം കുമാരനെല്ലൂർ. ദുർഗാക്ഷേത്രമാണ് കുമാരനെല്ലൂർ. ദേവിയുടെ 5 ഭാവങ്ങളിലാണ് ഇവിടെ ആരാധന. വെളുപ്പിന് സരസ്വതി, രാവിലെ മഹാലക്ഷ്മി, പന്തീരടി പൂജയ്ക്ക് പാർവതി, ഉച്ച പൂജയ്ക്ക് ദുർഗ, വൈകിട്ട് വനദുർഗ എന്നിവരാണ്. അഞ്ജനശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 12,000 പുഷ്പാഞ്ജലി എന്ന വിശേഷ വഴിപാട് ഇവിടെ മാത്രമാണുള്ളത്. ഈ 12,000 അർച്ചന രാവിലെ തുടങ്ങി പന്തീരടിക്ക് അവസാനിക്കും. 24 തിരിയിട്ട് തൊഴുന്ന ഭദ്രദീപം ഇവിടെ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. കുമാരനെല്ലൂരെ മഞ്ഞൾ പ്രസാദം പ്രസിദ്ധമാണ്. അടുത്ത ചോദ്യം, ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന്. ഉത്തരം ഉത്സവം. ഹൈന്ദവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില ആഘോഷങ്ങളെയും ചടങ്ങുകളെയും പൊതുവായി ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നു. പതഞ്ഞു പൊങ്ങുന്നത് എന്നാണ് ഉത്സവത്തിൻ്റെ വാച്യാർത്ഥം. ക്ഷേത്രത്തിലെ ചൈതന്യം ഉത്സവ സമയത്ത് നടക്കുന്ന ചടങ്ങുകളുടെയും വിശേഷാൽ പൂജകളുടെയും ശുദ്ധികർമ്മങ്ങളുടെയും ഫലമായി വർദ്ധിച്ചു പതഞ്ഞു പൊങ്ങി പ്രതിഷ്ഠയിൽ നിന്നും ശ്രീകോവിലിലേക്കും ചുറ്റമ്പലങ്ങളിലേക്കും മതിൽക്കെട്ടിനകത്തേക്കും വ്യാപിച്ച് അവിടെ നിന്ന് വീണ്ടും ഉയർന്ന് ക്ഷേത്രം നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ തട്ടകത്തിനകത്തേക്ക് മുഴുവൻ ഒഴുകി പരക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രാഭിവൃദ്ധി ലഭിക്കുന്നത് 5 വിധത്തിലാണ്. 1. തന്ത്രി അല്ലെങ്കിൽ ആചാര്യൻ്റെ തപസ് കൊണ്ട്. 2. വേദജപം കൊണ്ട്. 3. നിത്യകർമ്മങ്ങൾ കൊണ്ട്. 4. വാർഷിക ഉത്സവം കൊണ്ട്. 5. അന്നദാനം കൊണ്ട്. ഇങ്ങനെ 5 രീതിയിലാണ് ക്ഷേത്രാഭിവൃദ്ധി ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് കാവ്യത്തിൻ്റെ നൃത്തകലാരൂപാവതരണമാണ് കൃഷ്ണനാട്ടം? ഉത്തരം കൃഷ്ണഗീതി. സാമൂതിരിയായിരുന്ന മാനവേദൻ ഗുരുവായൂരപ്പനെ ദർശിച്ചതിൻ്റെ അത്യാഹ്ലാദത്തിൽ രചിച്ചതാണ് കൃഷ്ണഗീതി എന്നാണ് ചരിത്രം. 1653 തൻ്റെ 68ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൃഷ്ണഗീതി രചിച്ചത്. ഭാഗവത പുരാണത്തിലെ 10-11 സ്കന്ധങ്ങളെ ആധാരമാക്കിയാണ് ഈ രചന. കൃഷ്ണഗീതിയുടെ നടന രീതിയാണ് കൃഷ്ണനാട്ടം. അടുത്ത ചോദ്യം, ജ്ഞാനകാണ്ഡം ഏതാണ്? ഉത്തരം ഉപനിഷത്തുകൾ. വേദങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയാണിത്. ഇവയെ പൊതുവായി ചതുർവേദങ്ങൾ എന്ന് പറയും. വേദങ്ങളെ കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം എന്നിങ്ങനെ 2ആയി ഭാഗിക്കാം. ഇതിൽ ജ്ഞാനകാണ്ഡത്തിൻ്റെ ഭാഗമാണ് ഉപനിഷത്തുകൾ. വേദത്തിൻ്റെ അവസാന ഭാഗം ആയതുകൊണ്ടാണ് വേദാന്തം എന്നും ഉപനിഷത്തുകൾ അറിയപ്പെടുന്നു. വേദം എന്നാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. വേദത്തിൻ്റെ അവസാനമാണ് വേദാന്തം. അടുത്ത ചോദ്യം, മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര്. ഉത്തരം ജയകാവ്യം. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിലൊന്നാണ് മഹാഭാരതം. വേദവ്യാസനാണ് ജയകാവ്യം എന്നറിയപ്പെട്ടിരുന്ന മഹാഭാരതത്തിൻ്റെ കർത്താവ്. ആകെ 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. മഹാഭാരതത്തിൽ 1.25 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടുന്നു. വ്യാസൻ തപസ് ചെയ്ത സ്ഥലമാണ് ബദ്രിനാഥ്. വ്യാസൻ്റെ മറ്റൊരു പേരാണ് കൃഷ്ണദ്വൈപായന മഹർഷി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ പ്രയോക്താവ്. ഉത്തരം എഴുത്തച്ഛൻ.
ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതത്തിൽ ഭക്തിപ്രസ്ഥാനം ഉടലെടുത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു എഴുത്തച്ഛൻ കാവ്യരചന നടത്തിയിരുന്നത്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുഖ്യ പ്രയോക്താവാണ് എഴുത്തച്ഛൻ. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് ജന്മസ്ഥലം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ എഴുത്തച്ഛൻ്റേതാണ്. ഈ കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം, ദേവി മഹാത്മ്യം, ഉത്തര രാമായണം, ശതമുഖ രാമായണം, കൈവല്യ നവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ 1878 ജനുവരി 2 ജനനം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ 1914 ഒക്ടോബർ 31 രൂപീകരിക്കപ്പെട്ട നായർ സമാജ ഭൃത്യജന സംഘത്തിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. 1915 ഇത് നായർ സർവീസ് സൊസൈറ്റിയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് പദയാത്ര നയിച്ചത് ഇദ്ദേഹമാണ്. ഇത് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിനും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. 1959 രാഷ്ട്രപതി ഭാരത കേസരി സ്ഥാനം നൽകി ആദരിച്ചു. അടുത്ത ചോദ്യം, ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ഉത്തരം സ്വാതി തിരുനാൾ. 1829 മുതൽ 1846 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. ഗൗരി ലക്ഷ്മി ബായിയുടെയും ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ രാജരാജവർമ്മ കോയിത്തമ്പുരാൻ്റെയും സന്താനമായി സ്വാതി തിരുനാൾ ജനിച്ചു. ഗർഭധാരണം മുതൽക്ക് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി കാണുകയും അങ്ങനെ ഗർഭശ്രീമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽ തന്നെ സ്വാതി തിരുനാൾ സംഗീതത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു. കഴിവുള്ള ഒരു ഭരണാധികാരി എന്നതിലുപരി അദ്ദേഹം സംഗീതത്തിൻ്റെ ഒരു രക്ഷാധികാരിയും സംഗീതജ്ഞനുമായിരുന്നു. സ്വാതി തിരുനാൾ തൻ്റെ രചനകളിൽ പത്മനാഭ എന്ന മുദ്ര ചേർത്തിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ദേവസ്വം ബോർഡ് എക്സാമുകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ പേസിയുടെ നന്ദി, നമസ്കാരം.